പാഠം 1086 യുക്തി പ്രയോഗിക്കേണ്ട വിധം. നമസ്കാരം വക്കീലെ. നമസ്കാരം. എന്താ ഗോവിന്ദകുട്ടി രാവിലെ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. സാറില്ലേ? ഞാൻ വിളിക്കാം. മോനേട്ടാ, എന്താ ഗോവിന്ദകുട്ടിയുടെ വീടിന്റെ കാര്യം? വീട് പണി അടുത്ത ആഴ്ച തുടങ്ങും വക്കീലെ. കഴിഞ്ഞ ദിവസം സാറിനെ കണ്ടപ്പോ വീട് പണിയെ പറ്റി ശരിക്കും പറഞ്ഞു തന്നു. മോനേട്ടനാ? വില്ലേജ് ഓഫീസർ എന്താണ് വീടിനെ പറ്റി പറഞ്ഞു തരേണ്ടത്? വീടിനെ പറ്റി പറഞ്ഞു തരേണ്ട എഞ്ചിനീയർ അല്ലേ? വക്കീലെ, സാർ അങ്ങനെ വെറും ഒരു വില്ലേജ് ഓഫീസർ അല്ലല്ലോ. സാറിന് അറിയാത്ത ഒരു കാര്യമില്ല. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും വിവരമുള്ള വേറൊരാളില്ല. ഞാൻ വെറുതെ വീട് പണിയുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ സാറ് പറയുക, വീട് പണി തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങി കഴിഞ്ഞും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന്. എല്ലാം നല്ല വിസ്തരിച്ച് പറഞ്ഞു തന്നു. സത്യം പറയാലോ വക്കീലെ, സാറിനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ വേറെ ഇല്ല. എല്ലാവരെയും സഹായിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം സാറിനുള്ളൂ. മനുഷ്യനായി ഇങ്ങനെ വേണം. ഞാനിങ്ങനെ. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് ഗോവിന്ദൻകുട്ടി രാവിലെ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നത്. അത് മനസ്സിലായി. എന്താണ് കാര്യം? എന്റെ വീട് പണി അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കുക സാറേ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണല്ലോ. എനിക്ക് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ സാറിനോടൊന്ന് ചോദിക്കാന്ന് കരുതി വന്നതാ. സാറിനാവുമ്പോ എല്ലാ കാര്യങ്ങളും അറിയാലോ. തീർച്ചയായും തീർച്ചയായും. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന മാത്രമല്ല, ഞാൻ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതറിയാം. അതല്ലേ ഞാൻ സാറിനെ കാണാൻ ഇങ്ങോട്ട് വന്നത്. നന്നായി. അപ്പോ ഗോവിന്ദൻകുട്ടിക്ക് അറിയേണ്ടത് ലോൺ എടുക്കുന്നതിനെ പറ്റിയാണ്. അതെ. അതിന് ആദ്യം ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ വന്ന് കരം തീർത്ത രസീത് വാങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് ഒരു കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകണം. ഞങ്ങളുടെ സംഘം 2-3 ദിവസത്തിനകം കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് തരും. ആ സർട്ടിഫിക്കറ്റും കരം തീർത്ത രസീതും വീടിന്റെ പ്ലാനുമായി നേരെ പഞ്ചായത്ത് ഓഫീസിൽ പോയി കെട്ടിട നിർമ്മാണ പ്ലാൻ വാങ്ങണം. വീണ്ടും വില്ലേജ് ഓഫീസിലേക്ക് വന്ന് ബാങ്കിൽ കൊടുക്കാനായി ഒരു കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങണം. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റും കരം തീർത്ത രസീതും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പെർമിറ്റും ഭൂമിയുടെ ആധാരത്തിന്റെ അസലും മുന്നാധാരത്തിന്റെ പകർപ്പും പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റുമായി നേരെ ബാങ്കിലേക്ക് ചെല്ലണം. മനസ്സിലായോ? മനസ്സിലായി സർ. അപേക്ഷാവകാശ സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. സാറേ, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വരാം. വന്നോളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ വരുമ്പോ ചോദിക്കല്ലോ. തീർച്ചയായും. ഗോവിന്ദൻകുട്ടിയെ പോലുള്ള ഓരോ മനുഷ്യരെയും ദിനം ദിനം സഹായിക്കുക എന്നുള്ളതാണ് കെ മോഹനകൃഷ്ണൻ സാറിന്റെ ജീവിത ലക്ഷ്യം തന്നെ. എന്ത് സഹായം വേണമെങ്കിലും വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. വലിയ സന്തോഷം സാറേ. സാറിനെ രാവിലെ തന്നെ വന്ന് കാണാൻ പറ്റിയത് എന്റെ ഭാഗ്യമാണ്. ഈ നാട്ടുകാർ മുഴുവൻ എന്നെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്. പലർക്കും അതിൽ അസൂയുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അത് എനിക്കൊരു പ്രശ്നമേ അല്ല. വില്ലേജ് ഓഫീസിൽ വെച്ച് കാണാം. ആർക്കാ വക്കീലെ സാറിനോട് അസൂയ? അയ്യോ, അത് സാറിനോട് തന്നെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? സാറല്ലേ ഗോവിന്ദൻകുട്ടിയുടെ കൺകണ്ട ദൈവം. സത്യം പറയാലോ ഭാമേ, എന്തോ എനിക്ക് പുകഴ്ത്തി പറയുന്നതൊന്നും തീരെ ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല. ഞാനൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ. എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ആളുകൾ സമ്മതിച്ചിരണ്ടേ? അവർക്കെന്തോ ഞാനെന്ന് വെച്ചാൽ ജീവന. ഒരു മിനിറ്റ്, ആ മുഖമൊന്ന് കാണട്ടെ. അയ്യടാ, പുകഴ്ത്തൽ ഇഷ്ടമില്ലാത്ത ഒരു മഹാൻ.
മോഹനേട്ടന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാമോ? അത് പുകഴ്ത്തലാണ്. അതറിയാവുന്ന നാട്ടുകാര് ചുമ്മാ മോഹനേട്ടൻ അങ്ങ് പൊഴുത്തിക്കൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോ മോഹനേട്ടൻ അങ്ങ് കുളിര് കയറുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ സത്യം. മോഹനേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. മോഹനേട്ടനോട് ഒരു കാര്യമില്ലാതെ പുകഴ്ത്താൻ വരുന്ന ഒരൊറ്റ ഉള്ളൂ. അത് ഈ ഞാനാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മോഹനേട്ടനെ കണ്ണെടുത്ത് കണ്ടുവിടാനും. നീ എന്നെ പുകഴ്ത്താത്തത് കൊണ്ട് എനിക്ക് നിന്നോട് ഒരു വിരോധവും ഇല്ല ഭാമേ. അല്ലെങ്കിൽ തന്നെ നീ എങ്ങനെ എന്നെ പുകഴ്ത്തുന്നത്? നിനക്ക് എന്നോട് മുടിഞ്ഞ അസൂയല്ലേ? കഷ്ടം. എന്തിനു മോഹനേട്ടാ? അസൂയുടെ കാര്യം ഞാൻ പറഞ്ഞോ? നീ എത്രയോ കാലമായി വക്കീൽ പണി ചെയ്യുന്നു. സത്യത്തിൽ ഇത്രയും കാലം വക്കീൽ പണി ചെയ്ത ഒരാളെ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷേ നീ ഒരു കൊള്ളാവുന്ന വക്കീലാണെന്ന് നാട്ടുകാർക്ക് തോന്നാത്തത് കൊണ്ട് ആരും നിന്നെ പറ്റി നല്ലത് പറയുന്നില്ല. പക്ഷേ ഞാനോ ഇപ്പോ ആ ഗോവിന്ദൻകുട്ടി പറഞ്ഞ പോലെ നാട്ടുകാർക്ക് മുഴുവൻ മോഹനകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞ ജീവന. ഹമേ ഇതാരെന്ന് നിനക്കറിയാമോ? ഇതാണ് ഗാന്ധിജി. ഗാന്ധിജി ഒരു വക്കീലായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ത്യയിലെ മനുഷ്യരുടെ മുഴുവൻ നേതാവായതും നമ്മൾ അദ്ദേഹത്തെ രാഷ്ട്രപിതാവാക്കിയതും അദ്ദേഹം വക്കീലായതുകൊണ്ടല്ല, സത്യസന്ധനായതുകൊണ്ടും മറ്റുള്ളവർക്കായി ജീവിച്ചതുകൊണ്ടുമാണ്. ആ വ്യത്യാസം നമ്മൾ തമ്മിലുമുണ്ട്. നാട്ടുകാരുടെ പുകഴ്ത്തല് പോരാഞ്ഞിട്ട് ഇപ്പതാ സ്വയം പുകഴ്ത്തൽ. എന്റെ ഈശ്വര, പുകഴ്ത്തി മോഹനേട്ടൻ ഒരു ബലൂണ് പോലെ വീർത്ത് അവസാനം പൊട്ടിപ്പോവാതിരുന്നാ മതിയായിരുന്നേ. ഹലോ, അതെ. എന്താ സേതുരാമ? ഇല്ല, ഹാജരായില്ല. അതെ, മിനിങ്ങായിരുന്നു കേസ്. കേസ് വിളിക്കുമ്പോ ഞാൻ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ മിണ്ടില്ല. എനിക്ക് സൗകര്യമില്ലായിരുന്നു. സേതുരാമൻ വക്കാലത്ത് ഒപ്പിട്ട് തന്നിട്ട് മാസം 2 ഇതുവരെ 10 പൈസ എനിക്ക് തന്നിട്ടില്ല. കേസ് ഫയൽ ചെയ്യാനുള്ള കാശും കൂടെ ഞാൻ കയ്യിൽ നിന്ന് മുടക്കി. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ് ഫീസ് തന്നില്ലെങ്കിൽ ഞാൻ ഹാജരാവില്ലെന്ന്. അപ്പൊ സേതുരാമൻ കരുതി ഞാൻ തമാശ പറഞ്ഞതായിരിക്കും. സേതുരാമ, അടുത്ത മാസം 20-ന് കേസ് അവധിക്ക് വെച്ചിട്ടുണ്ട്. അന്ന് ഹാജരായില്ലെങ്കിലേ കേസ് തള്ളിപ്പോവും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ ചോദിച്ച കാശ് എനിക്ക് കിട്ടണം. പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ? ഓ, സന്തോഷം. വക്കാലത്ത് ഒപ്പിട്ട് തന്നിട്ട് ഒരു പോക്ക് പോയതാണ് സീതാരാമൻ. 10 പൈസ എനിക്ക് അഡ്വാൻസ് തന്നിട്ടില്ല. എന്നിട്ടിപ്പോ വക്കീലിനാണ് കുറ്റം. ഹാജരായില്ലെന്ന്. എനിക്ക് സൗകര്യമില്ലായിരുന്നു. കൊള്ളാം. പിന്നെ എന്നെ കാണാൻ വരുന്നവർ എന്നെ പുകഴ്ത്തുന്നു. നിന്റെ കക്ഷികളാണെങ്കിലോ നിന്നെ വിളിച്ച് ചീത്ത വിളിക്കുന്നു. എന്നിട്ട് നീ പറയുന്നു നീ ഭയങ്കര സംഭവമാണെന്ന്. ഞാൻ ഭയങ്കര സംഭവമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മോഹനേട്ടൻ അത്ര വലിയ സംഭവം അല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ കാര്യം സാധിച്ചു കിട്ടാനായിട്ട് നാട്ടുകാരിങ്ങനെ പുകഴ്ത്തി പറഞ്ഞിരിക്കും. അതൊക്കെ വിശ്വസിച്ച് പൊട്ടനാവരുത്. അത്ര എനിക്ക് പറയാം. ആഹാ, ഒത്ത വിളിക്കുന്നുണ്ടല്ലോ. ആ വിളി കേട്ടാലറിയാം പുകഴ്ത്താനുള്ള വരവാണെന്ന്. ചെല്ല് വയറ് നിറയെ കേട്ടോ. ചെല്ല്, പൊക്കൂ. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. എന്താണ് ഉത്തമ രാവിലെ? അല്ല, ഉസ്മാന്റെ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ആഴ്ച കിട്ടുമോ എന്ന് അവൻ ചോദിച്ചു. അതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഉത്തമ. അതെ, ഒരു മിനിറ്റ്. ഈ ഉസ്മാൻ എന്ന് പറയുന്ന ആളെങ്ങനെയാ? നന്നായിട്ട് പുകഴ്ത്താനൊക്കെ അറിയാമോ? പുകഴ്ത്താനാ? ആന്ന്. വില്ലേജ് ഓഫീസിന് ഒരു കാര്യം സാധിക്കണമെങ്കിൽ ആഫീസറെ നല്ല അസലായിട്ട് പുകഴ്ത്താൻ അറിയണം. ഉദാഹരണത്തിന് ഞാനും ഉത്തമനും ഒക്കെ മോഹനേട്ടൻ സത്യസന്ധനാണെന്ന് പറയുമല്ലോ. പിന്നെ സാക്ഷാൽ ഹരിചന്ദ്രൻ പോലും സത്യസന്ധതയുടെ കാര്യത്തിൽ മോഹനേട്ടൻ കഴിഞ്ഞേ വരൂ എന്ന് പറയണം. സാറേ, ഇവിടെ വരുന്നവർക്കും ആഫീസിലുള്ളവർക്കും ഒക്കെ എന്നോടുള്ള ബഹുമാനം എന്താണ് എന്ന് ഉത്തമൻ അറിയാമല്ലോ. അങ്ങനെയുള്ളവർ എന്നെ പുകഴ്ത്തി 1, 2, 3 വാക്കുകൾ പറയുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ? അല്ല, അത് ശരി തന്നെയാണ്. മോഹനേട്ടൻ സാറിനെ നാട്ടുകാർക്ക് വലിയ ബഹുമാനമാണ്. ഞാനിപ്പോ പറഞ്ഞ ഉസ്മാൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, സാറിന്റെ പേര് പറഞ്ഞാൽ മതി. സാറെന്ന് വെച്ച ജീവനാണ്. ഇതാണ് അതിന്റെ രീതി. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് ഉസ്മാന്റെ കാര്യം ശരിയായി കൊടുക്കാല്ലേ മോഹനേട്ടാ? ഈ നാട്ടിൽ ഞാനല്ലാതെ വേറൊരു ഗാന്ധിയനുണ്ട് എന്നുള്ള കാര്യം ഉത്തമം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗാന്ധിയന്മാരെ നാട്ടുകാർ ബഹുമാനിച്ചു പോകും. ഗാന്ധിജി ആദ്യം ജനിച്ചു പോയത് മോഹനേട്ടന്റെ ഭാഗ്യദോഷം. ഇല്ലെങ്കിൽ മോഹനേട്ടല്ലായിരുന്നു രാഷ്ട്രപിതാവ് ആവേണ്ടത്. നോക്കണ്ട, ഇമ്മാതിരി പോഴ്ത്തലാണ് എല്ലാവരും പോഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോഴോ മോഹനേട്ടൻ ആവേശം വരികയും ചെയ്യും. സാറേ,
ഞാൻ ഉസ്മാന്റെ അടുത്ത് എന്തോന്ന് പറയണം? ഈ ആഴ്ച ശരിയായി കൊടുക്കാമെന്ന് പറയും. എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ സഹായിച്ചിരിക്കും. വലിയ ഉപകാരം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. ശരി വക്കീലേ. ശരി. മോഹനേട്ടൻ എന്ന് പറഞ്ഞ ഉസ്മാന് ജീവനാണെന്ന് ഉത്തമം പറഞ്ഞ പാട് ഉസ്മാന്റെ കാര്യം ശരിയായി. കഴിഞ്ഞ 5-6 കൊല്ലമായി മോഹനേട്ടനെ ശരണം ശരണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്റെ കാര്യം മാത്രം മോഹനേട്ടൻ ഒന്ന് പരിഗണിക്കാത്ത എന്താ മോനേട്ടാ? എനിക്ക് മോഹനേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവൻ മാത്രമല്ലല്ലോ, എന്റെ എല്ലാം അല്ലേ. തക്കം പോലും പറയാനുള്ള സാമർത്ഥ്യത്തെ തൽക്കാലം നമുക്ക് സ്ത്രീ എന്ന് വിളിക്കാം എന്ന് ചങ്ങമ്പുഴ പറഞ്ഞിട്ടുണ്ട്. അത് നിന്നെ കുറിച്ചാണ്. നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ അഹങ്കാരി. ചേട്ടാ എന്തോ പറ്റി വണ്ടിക്ക്? എന്താണെന്ന് അറിയില്ല ഉത്തമ. ഇവിടം വരെ ഓടി വന്ന വണ്ടിയാ, ഇവിടെ വന്നപ്പോ നിന്നുപോയി. പെട്രോളൊക്കെ ഉണ്ടാ? പിന്നെ ഇഷ്ടം പോലെ പെട്രോൾ ഉണ്ട്. ഇത് വേറെന്തോ പ്രശ്നമുണ്ടേ. പിന്നെ ബാലൻ ചേട്ടാ വർഷാപ്പിലെ നാരായണക്കുട്ടി ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ നന്നാക്കി തരും. നമ്പർ ഉണ്ടോ ബാലൻ ചേട്ടന്റെ കയ്യിൽ? നമ്പരും ഇല്ല, ഫോണും എടുത്തിട്ടില്ല. എന്റെ കയ്യിലുണ്ട്, ഞാൻ വിളിക്കാമേ. പെട്രോൾ ഉണ്ടല്ലോ? പെട്രോൾ ഉണ്ട്. അവിടെ അങ്ങോട്ട് നോക്കിയാണ്. എവിടെ? അവിടെ. വെല്ലടിക്കുന്നുണ്ട് കേട്ടോ, ഫോൺ എടുക്കുന്നില്ല. അല്ല ബാലൻ ചേട്ടാ അങ്ങോട്ട് പോണേ? അതെ, ഞാൻ മോഹനേഷ് സാറിന്റെ വീട് വരെ ഒന്ന് പോവുക. സോമൻകുട്ടിയുടെ 35 സെന്റ് വസ്തുവിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു. അടുത്ത ആഴ്ച ആധാരമാണ്. അതിനു മുമ്പ് സാറിനെ കൊണ്ട് സ്ഥലം ഒന്ന് അളപ്പിക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യും, ബാലൻ ചേട്ടാ എന്റെ വണ്ടി കയറി, ഞാൻ മോഹനേഷ് സാറിന്റെ വീട്ടിലോട്ട് കൊണ്ടാക്കാം. അയ്യോ അത് വേണ്ട, എനിക്ക് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ഉത്തമൻ വേറൊരു ഉപകാരം ചെയ്തു തന്നാൽ മതി. ആ നാരായണൻകുട്ടിയെ കണ്ടുപിടിച്ച് ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കി തരാൻ പറഞ്ഞാൽ മതി. അപ്പോഴേക്കും ഞാൻ മോഹനേഷ് സാറിന്റെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. എനിക്കാണെങ്കിൽ ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. ഓ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആ താക്കോലെങ്കിൽ താതാ. ഞാന് നാരായണൻകുട്ടി ചേട്ടന്റെ കയ്യിൽ സംഭവം കൊടുത്തയ്ക്കാം. പിന്നെ ബാലൻ ചേട്ടാ, ചേട്ടനും മോഹനേഷ് സാറും തമ്മിൽ എങ്ങനെയാണ്? നല്ല അടുപ്പത്തിലൊക്കെ ആണല്ലോ അല്ലേ? അല്ല അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് കാണുമ്പോ കുശലം പറയുന്നൊരു പരിചയം, അത്രേ ഉള്ളൂ. എന്താ ഉത്തമ? അല്ല സാറിന്റെ സ്വഭാവം ബാലൻ ചേട്ടൻ അത്രയ്ക്ക് നിശ്ചയില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ വളരെ സൂക്ഷിക്കണം. ചെല്ലുന്ന ആളെ ഇഷ്ടമില്ലെങ്കിൽ ഒറ്റയടിക്ക് സ്ഥലം ഇളക്കാൻ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞു കളയുവേ. അല്ല സാറുമായി വലിയ അടുപ്പമില്ലെങ്കിലും വക്കീൽ എനിക്ക് നല്ല പരിചയമുണ്ട്. എന്റെ 1-2 കേസ് വാദിച്ചത് വക്കീലല്ലേ, അത് രണ്ടും ജയിക്കുകയും ചെയ്തു. വലിയൊരു ഫീസ് ഞാൻ കൊടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല ഉത്തമ, അത് കഴിഞ്ഞ് എന്റെ പരിചയത്തിലുള്ള 1-2 കേസ് ഞാൻ വക്കീലിന് പിടിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ വക്കീല് സഹായിക്കായിരിക്കൂ? ബാബുലൻ ചേട്ടാ ഇതിപ്പോ വക്കീൽ സഹായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് വക്കീല് പറഞ്ഞാൽ മോഹനേഷ് സാർ കേൾക്കൂലെന്നേ. ഇനിയിപ്പോ വക്കീലല്ല, സാറിന്റെ അമ്മയോ മരിച്ചുപോയ അച്ഛനോ എന്ന് പറഞ്ഞാൽ പോലും സാറ് വയ്ക്കൂലെന്നേ. സാറിനെ കൊണ്ടൊരു കാര്യം സാധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സാറിനെ കൊണ്ട് തന്നെ സോപ്പിടിക്കണം, വേറെ ഒരു വഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അല്ല സാറിനെ സോപ്പിട എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, പുകഴ്ത്തൽ. പുകഴ്ത്തല? മോഹനേഷ് സാറ് കൈക്കൂലി വാങ്ങില്ല, കള്ളു കുടിക്കില്ല, ഒരു ദുശീലവും ഇല്ല. പക്ഷേ മനസ്സറിഞ്ഞ് പുകഴ്ത്തി കഴിഞ്ഞാൽ സംഗതി റെഡിയാണ്. അതിപ്പോ ഞാൻ എന്ത് പറഞ്ഞാ പുകഴ്ത്തുന്നത്? എനിക്കാണെങ്കിൽ ആളെ വലിയ പരിചയമില്ല. അതൊന്നും വലിയ കാര്യമൊന്നും അല്ലെന്നേ. പുകഴ്ത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരും പോലെ അവിടെ ചെന്നങ്ങ് പറഞ്ഞാ മതി. ഹലോ, മോഹനേഷ് സാറുണ്ടോ? ഉണ്ട്. ആര്? ഞാൻ മാധവൻകുട്ടിയാ, പലചരക്കടയിലെ. ആ മാധവൻകുട്ടി, ഞാൻ വിളിക്കാം. മോനേട്ടാ, എന്താ മാധവൻകുട്ടി വിശേഷം? വില്യാംസിലുള്ള കാര്യമാണോ? ഒന്നുമില്ല വക്കീലെ, പുളിക്കലെ ഗോവിന്ദൻകുട്ടി ഇവിടെ വന്നിരുന്നു. അവൻ സാറിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? എന്ത്? അവൻ രാവിലെ സാറിനെ കാണാൻ വീട്ടിൽ വന്നു. സാറിന് കേൾക്കാൻ പാകത്തിൽ അവൻ കാര്യമായിട്ടങ്ങ് പുകഴ്ത്തി. അതിൽ സാറങ്ങ് വീണെന്ന്. ഇനി കൈവശാവശ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ പേടിക്കാനില്ലെന്ന്. എന്തിനാ വക്കീലെ സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്നത്? ഇവന്മാരൊക്കെ സാറിനെ പറ്റിക്കുക.
മോഹനേട്ടൻ വന്നു, ഞാൻ കൊടുക്കാം. ആരാ? പലചരക്കടയിലെ മാധവക്കുട്ടിയാ. എന്താ കാര്യം? ഞാൻ ചോദിച്ചില്ല, ചോദിക്ക. എന്താണ് മാധവൻകുട്ടി? എന്റെ സാറേ, ആ പുളിക്കലെ ഗോവിന്ദൻകുട്ടി ഇപ്പൊ കടയിൽ വന്നിരുന്നു. ആഹാ, അതുകൊണ്ടെന്താ? അവൻ ഇനി സാറിനെ പറ്റി പറയാനൊന്നും ബാക്കിയില്ല. എന്താ? അയ്യോ, അങ്ങനൊന്നും ഇല്ലായിരുന്നു. അതെന്താ? എന്താ അത്യാവശ്യമാണെന്നാണല്ലോ മാധവൻകുട്ടി പറഞ്ഞത്. എന്താ അത്യാവശ്യം? ഒരു അത്യാവശ്യമില്ല. എന്നിട്ടാണോ മോഹനേട്ടന്റെ കണ്ണെല്ലാം തള്ളി വന്ന് ഇങ്ങനെ കിളിച്ചോണ്ടിരിക്കുന്നത്? ഓതാ ചുമന്നിരിക്കുന്നു. എന്ത് പറ്റി? ഇല്ല, സത്യപ്പോയാ വേണ്ട. കുളിക്കലേ. ഇവിടെ വന്ന് മോഹനേട്ടനെ വാനോളം പുകഴ്ത്തിയ ഗോവിന്ദൻകുട്ടി നേരെ റോഡിലേക്ക് ഇറങ്ങി വില്ലേജ് ഓഫീസറെ പറ്റിച്ച കഥ നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞ ആളായി. നോക്കണ്ട, മാധവൻകുട്ടി കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്റെ മോഹനേട്ടാ. ഗോവിന്ദൻകുട്ടിയുടെ പുകഴ്ത്തൽ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് അത് മുഴുവൻ തട്ടിപ്പാണെന്ന്. ഇതുകൊണ്ടാ മോഹനേട്ട ഞാൻ പറയുന്നത്, ആരെ ഒരു പരിധി വിട്ട് വിശ്വസിക്കരുതെന്ന്. ഗോവിന്ദൻകുട്ടി സത്യത്തിൽ വന്നത് മോഹനേട്ടന്റെ ഉപദേശം ചോദിച്ചിട്ടൊന്നും ആയിരുന്നില്ല. ബാങ്ക് ലോണിന്റെ കാര്യം പറയുമ്പോ മോഹനേട്ടന്റെ ഉപദേശം തുടങ്ങുമെന്നും ഉപദേശിച്ച് കാര്യങ്ങൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റിൽ എത്തുമെന്നും ഗോവിന്ദൻകുട്ടി നന്നായിട്ട് അറിയായിരുന്നു. അതതുപോലെ തന്നെ സംഭവിച്ചു. ഇനി ഗോവിന്ദൻകുട്ടി വില്ലേജ് ഓഫീസിലേക്ക് വരും. മോഹനേട്ടനെ കണ്ണും പൂട്ടി പുകഴ്ത്തിയ ആളെന്നുള്ള നിലയിൽ മോഹനേട്ടൻ ഗോവിന്ദൻകുട്ടിയുടെ കാര്യങ്ങളെല്ലാം അങ്ങ് എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കും. ഗോവിന്ദൻകുട്ടിയുടെ ചുണ്ടിൽ മോഹനേട്ടൻ കൊത്തി എന്നർത്ഥം. എന്റെ മറ്റൊരു മുഖം ഗോവിന്ദൻകുട്ടി കാണാൻ പോവാ. ഇപ്പൊ മാധവൻകുട്ടി വിളിച്ച് പറഞ്ഞോണ്ടല്ലേ മോഹനേട്ടൻ സത്യമല്ല അറിഞ്ഞത്? അല്ലായിരുന്നെങ്കിലോ ഉറപ്പായിട്ടും ഗോവിന്ദൻകുട്ടി വിരിച്ച വരയിൽ മോഹനേട്ടൻ വീണേനെ. വീണില്ലല്ലോ. ഈ കേസ് വീണില്ല. ശരി, ഇനി നമുക്ക് മറ്റു കേസുകൾ നോക്കാം. ഇതിനു മുന്നേ ഇങ്ങനെ എത്രയോ പേര് മോഹനേട്ടനെ പൂഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അവരെ എല്ലാ വിധത്തിലും മോഹനേട്ടൻ അപ്പൊ സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം തട്ടിപ്പായിരുന്നു. ഇപ്പൊ മോഹനേട്ടൻ മനസ്സിലായോ? എന്റെ മോഹനേട്ടൻ ഒരു പാവമാണെന്നും ഇങ്ങനെ പോഴ്ത്തലിലേക്ക് വീണു പോകുന്ന അറിയാവുന്നുള്ളതുകൊണ്ടാ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്ത് ബുദ്ധിയുള്ള ആളാ എന്റെ മോഹനേട്ടൻ. പക്ഷെ എന്റെ മോഹനേട്ടൻ പൊട്ടം കളിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാ. എന്റെ മോഹനേട്ടൻ ആള് മിടുക്കനാ, നല്ല ആളാ. അതെല്ലാം പറയേണ്ട രീതിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കുകയും വേണം. പക്ഷെ പുകഴ്ത്തൽ കുറച്ച് കൂടുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടേ അത് തട്ടിപ്പാണെന്ന്. ഉദാഹരണത്തിന് മോഹനേട്ടൻ ഒരു നല്ല വില്ലേജ് ഓഫീസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യായമുള്ള കാര്യമാണ്. പക്ഷെ മോഹനേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ വില്ലേജ് ഓഫീസേ ഉണ്ടാവില്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് കള്ളത്തരമല്ലേ? ഒരാള് പുകഴ്ത്തി പറയുമ്പോ അതിൽ സത്യമുണ്ടോ എന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവില്ലേ? എനിക്കൊരു അബദ്ധം പറ്റുന്നത് ഇത്രയും പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊരു അബദ്ധം പറ്റുന്നതാണല്ലോ നിനക്ക് സന്തോഷം. എന്നാ ആര് പറഞ്ഞു? എന്റെ മോഹനേട്ടന് ഒരു അബദ്ധം പറ്റാതിരിക്കുന്നല്ലേ എന്റെ സന്തോഷം. സാറിനെ പോഴ്ത്താമെന്ന ആരെങ്കിലും ആണോ എന്തോ? ആഹാ, ബാഗുലേറ്റായിരുന്നോ? എന്താ രാവിലെ പുതിയ കേസ് വല്ലോണ്ടോ? കേസൊന്നും അല്ല, ഞാൻ മോഹനേട്ടൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഞാനേ സോമൻകുട്ടിയുടെ ഭൂമി വാങ്ങി. ആധാരം എഴുതുന്നതിന് വന്ന് അളക്കണമായിരുന്നു. അന്വേഷിച്ചപ്പോ അക്കാര്യത്തിൽ മോഹനേട്ടൻ സാറിനോളം പറ്റിയ ആൾ വേറെ ആളില്ലെന്ന് എല്ലാരും പറയുന്നു. എന്നാ അളക്കേണ്ടത്? അതിപ്പോ സാറിന്റെ സൗകര്യം അനുസരിച്ച് മതി. ഈ ആഴ്ചയായാലും നല്ലത്. വക്കീലൊന്ന് പറയണം. അതിനെന്താ, ബാഹുലേട്ടന്റെ കാര്യല്ലേ, ഞാൻ പിന്നെ പറയാതിരിക്കോ? ബാഹുലേട്ടൻ കേറിയിരിക്കെ, ഞാൻ മോഹനേട്ടനെ വിളിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല. സാറിനെ കണ്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് എനിക്കങ്ങ് പോകാമായിരുന്നു. ഓ, ഞാൻ വിളിക്കാം. അതെ, ടൗണിൽ ബിസിനസ് നടത്തുന്ന ബാഹുലൻ ചേട്ടനാ വന്നത്. മോഹനേട്ടൻ അറിയില്ലേ? അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ബാഹുലൻ ചേട്ടൻ ഒരു മാന്യനാ. എനിക്ക് രണ്ടു കേസുകളൊക്കെ പിടിച്ചു തന്നിട്ടുണ്ട്. അതാണോ നല്ല മനുഷ്യന്റെ മാനദണ്ഡം എന്നല്ല പറഞ്ഞത്. ബാഹുലൻ ചേട്ടൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് അളക്കാൻ ചെല്ലുമെന്ന് ചോദിക്കാനാണ് ബാഹുലൻ ചേട്ടൻ വന്നത്.
ഞാൻ പറഞ്ഞു മോഹനോട് ഞാൻ പറഞ്ഞോളാന്ന്. അതെ, മാനം കെടുത്തരുത്. നിന്നെ മാനം കെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഞാനൊന്നും ചെയ്യാറില്ല. ന്യായമായ ഒരു കാര്യം പറഞ്ഞ ആര് വന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്നാ വാ നടക്ക. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ബാഹുലേൻ. അറിയാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അയ്യോ, അതൊക്കെ സാറിന് ഓർമ്മയുണ്ടോ? എന്താ അങ്ങനെ പറയുന്നേ? അല്ല, സാറിനെ പോലെ വലിയൊരാൾ എന്നെ കണ്ടൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുവോ? അയ്യോ, ഞാനൊരു സാധാരണക്കാരനല്ലേ. ബാഹുലേട്ടൻ അത്ര സാധാരണക്കാരനൊന്നും അല്ലല്ലോ. ബിസിനസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് പോവില്ലേ? ബിസിനസ്സിലൊക്കെ എന്താ വക്കീലേ കാര്യം? നമ്മൾ നമ്മുടെ ആവശ്യത്തിനായി ബിസിനസ് ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നു, നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷെ സാർ അങ്ങനെയാണോ? ഈ നാട്ടിൽ സാറിനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനുണ്ടോ? ഈ നാട്ടിലെന്നല്ല, ഏതെങ്കിലും നാട്ടിലുണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല. സത്യം പറയാമല്ലോ വക്കീലേ, ഞാൻ ദൂര സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് ആവശ്യത്തിനായി പോകാറുണ്ട്. എവിടെയാ നാടെന്ന് അവിടത്തുകാര് ചോദിക്കും. ഞാൻ പറയും കാന്തല്ലൂരാണെന്ന്. വക്കീലേ, അതോടെ ആളുകൾ ചുറ്റും കൂടുകയല്ലേ. മോഹനകൃഷ്ണൻ സാറിന്റെ നാട്ടിൽ നിന്നാണോ വരുന്നതെന്ന് ചോദിച്ചോണ്ട്. ഈ നാട്ടുകാരുടെ എല്ലാം എല്ലാം സാറാണ്. സാറില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? സത്യത്തിൽ സാറിന്റെ വീട്ടിൽ വരാനും സാറിനെ പോലൊരു ഗാന്ധിയനെ കാണാനും സാധിച്ചത് എന്റെ മഹാഭാഗ്യം. ഞാൻ അനുഗ്രഹീതനായി സാറേ. അനുഗ്രഹീതൻ ഇനി എങ്ങോട്ടാ? കൃഷ്ണൻകുരുടെ ചായക്കടയിലേക്കോ മാധവൻകുരുടെ പലചരക്ക് കടയിലേക്കോ? അല്ല, ഞാൻ എനിക്കെല്ലാം മനസ്സിലായി. ഏതെങ്കിലും ഒരു വായി നോക്കി പറയുന്നത് കേട്ട് ഇവിടെ കയറി വന്ന് എന്നെ കുറെ പുകഴ്ത്തി പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം സഹായിച്ചിരുന്നു കരുതി വന്നതാണല്ലേ? ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന ഗാന്ധിയനായ ഞാൻ ഒരു ഹിറ്റ്ലറായി മാറും. ബാഹുലേട്ടൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാ. ഞാൻ ബാഹുലേട്ടന് 3 കേസ് വാദിച്ചിട്ടുണ്ട്. ഇയാളെ ഇപ്പൊ നീ പറഞ്ഞു വിട്ടില്ലെങ്കിൽ നിനക്ക് 4ാമത്തെ കേസ് കൂടി കിട്ടും. അടിച്ച് ഇയാളുടെ പല്ല് താഴെ ഇടുമ്പോ എന്നെ പോലീസ് പിടിക്കും. അപ്പോ നീ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വരേണ്ടി വരും. പറഞ്ഞു മനസ്സിലായല്ലോ? അല്ല, സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി മേലിൽ ഇമാതിരി അഭ്യാസം പറഞ്ഞ് എന്റെ വീട്ടിൽ കയറി വന്ന പോടി പോലും കാണില്ല. കാണില്ല പൊടി. മോഹനേട്ടൻ ഇപ്പൊ പോ. ഞാൻ മോഹനേട്ടൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ചേട്ടൻ ഈ ആഴ്ച സ്ഥലമുള്ളൊന്നും കിട്ടിയ പോരെ? എന്റെ സ്ഥലം വിളക്കാൻ ഇയാള് വേണ്ട. ഈ നാട്ടിൽ സ്ഥലം വിളക്കാൻ അറിയാവുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭ്രാന്തനെ കൊണ്ട് എന്റെ സ്ഥലം വിളപ്പിക്കാൻ ഒരു കാര്യമില്ല. ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. വക്കീലെ സൂക്ഷിച്ചോ, സിംഹക്കൂട്ടില വക്കീൽ കഴിയുന്നു. സ്ഥലം വിളക്കാൻ പോയി. എന്തൊക്കെയാ പറഞ്ഞത്? എന്ത് അമിതമായി കള്ളവരാണെന്ന് അത് തന്നെ ഞാനും ആലോചിച്ചത്. ബാഹുലൻ ചേട്ടൻ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ? ഇനി എന്നെ പോലത്തെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പ്രയോഗിക്കേണ്ട യുക്തിയും മാറണമെന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആവേശം കൂടുമ്പോൾ വില്ലേജ് ഓഫീസർ ഒരേ യുക്തി പലയിടത്തും പ്രയോഗിച്ചു പോകും. സാരമില്ല, പിണങ്ങിപ്പോയ ബാഹുലേയനെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.